അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ റീ എൻട്രി വന്നതിന് ശേഷം എല്ലാവരും ആദിലെ മാനിപ്പുലേറ്റ് ചെയ്താണ് ആ വീട് റൺ. കാരണം ആദിലെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ചെയ്യും. അതിന് ഏറ്റവും കൂടുതൽ കരുവാക്കി എടുത്തിരിക്കുന്ന രണ്ട് പേരാണ് ശൈത്യ, ബിൻസി. ഇവർ രണ്ടുപേരുമാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കളി. ശാരിക കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ ശാരിക അത്രത്തോളം വരിക. ശൈത്യയുടെ ഏറ്റവും വലിയ ആരോപണം അനുവിനെതിരെയാണ്. ഇപ്പോൾ ആദിലിനെയും നൂറേനെയും തിരിച്ചു പിടിച്ചേക്കായിരുന്നു. നമ്മുടെ അനുവിനെതിരെ തിരിച്ചു നിർത്തിക്കൊണ്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഏറ്റവും വലിയ ആരോപണം അനുവിന് PR ഉണ്ട് എന്നാണെന്നുള്ളത്. അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഞാനും കൊടുത്തിരുന്ന സെയിം PRനാണെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. അനുവിന് PR ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നമായിരുന്നു. ഓക്കെ, അനുവിൻ്റെ PR കാരണം നമ്മുടെ ശൈത്യയുടെ ജീവിതമൊക്കെ പോയെന്ന് പറഞ്ഞ് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. ഒന്ന് ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് ശൈത്യയോട്, എല്ലാവർക്കും ഒരേ നീതി ആയിരിക്കുമല്ലോ. താങ്കളുടെ PR എടുത്തിരുന്ന ബിനു എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ വന്നിട്ട് എന്തായാലും ഒരു പുതിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ശരിയാണ് 1.5 ലക്ഷം രൂപയ്ക്ക് ശൈത്യയുടെ PR എടുത്തിരുന്നു. ശൈത്യക്ക് വോട്ട് തീരെ കുറവായിരുന്നു. അപ്പോൾ ശൈത്യക്ക് കാശ് കൊടുത്താണ് വോട്ട് ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാശ് കൊടുത്ത് വോട്ട് ചെയ്ത വീക്കിൽ ശൈത്യ പോകേണ്ട വീക്കിലാണ് ശൈത്യക്ക് വോട്ട് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് മാത്രം എവിക്റ്റായി പോയ ആളാണ് RJ ബിൻസി എന്ന്. അപ്പോൾ RJ ബിൻസിക്ക് നീതി വേണ്ടേ? താങ്കൾ കാരണമല്ലേ അപ്പോൾ RJ ബിൻസി ഔട്ടായിപ്പോയത്. അപ്പോൾ RJ ബിൻസിക്ക് നീതി കൊടുക്കണ്ടേ? എന്തേ താങ്കൾ അതിനെക്കുറിച്ച് പറയാത്തത്? എൻ്റെ വോട്ട് ഞാൻ മറിച്ചത് കൊണ്ടാണ് RJ ബിൻസി പോയതെന്നും പറയാത്തത് എന്താണ്? അതായത് RJ ബിൻസി അവരുടെ കഴിവുകൊണ്ട് നിൽക്കേണ്ട ഒരാഴ്ച കൂടി താങ്കൾ ആ വീട്ടിൽ നിന്ന് കാശ് മറിച്ചതുകൊണ്ട്. അപ്പോൾ ഇനി അനിമോൾക്ക് PR ഉണ്ടെങ്കിൽ അനിമോൾ 100 ദിവസം നിന്നെങ്കിലും താങ്കൾ ഒരാഴ്ച കൂടി നിന്നെങ്കിലും രണ്ടും PR ആണ്. ഒരാഴ്ച അയാൾ ചെയ്ത കുറ്റമാണെങ്കിലും 1 വർഷം ചെയ്താണെങ്കിലും 100 ദിവസം ചെയ്താണെങ്കിലും ഒരേ കുറ്റമല്ലേ നിങ്ങൾ രണ്ടുപേരും ചെയ്ത്. അപ്പോൾ താങ്കൾ RJ ബിൻസിക്ക് എന്ത് നീതി ന്യായവും കൊടുക്കും? താങ്കളുടെ പ്രവൃത്തി കൊണ്ടല്ലേ അപ്പോൾ RJ ബിൻസി ഔട്ടായത്. ഇപ്പോൾ ഇതറിയുമ്പോൾ RJ ബിൻസിക്ക് ഒന്നും പ്രതികരിക്കണ്ടേ? അല്ല, പുറത്തു വന്ന് പറഞ്ഞില്ലായിരുന്നു ഇതൊന്നും പ്രതികരിക്കണ്ട. അനുവിനെതിരെ മാത്രം പ്രതികരിച്ചാൽ മതിയോ നിങ്ങളൊക്കെ? അതോ ഇരട്ടത്താപ്പാണോ? അനുവിനെ ആകത്തില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം സത്യസന്ധമായ കാര്യമാണ്. എല്ലാവർക്കും PR ഉണ്ട് അവിടെ, എല്ലാവർക്കും. ഈവൻ അനീഷിന് പോലും PR ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും പറയുന്നുണ്ട് അനീഷിന് PR ഉണ്ട്. PR ഒരു തെറ്റില്ല. ഇതിനുള്ള മുമ്പുള്ള സീസണുകളിലും PRകൾ ഉണ്ടായിട്ടുണ്ട്, ഫാൻ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ വീട്ടിൽ കിടന്ന് തല്ലുകൂടുന്നത് ആദ്യമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ്, ഇപ്പോഴും കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് ഇതേപോലെയല്ല. 24/7 കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ TV തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങുന്ന രീതിയിലാണ് ഇവർ കിടന്നത്. അഡ്വക്കേറ്റ് ശൈത്യയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ശൈത്യ എന്താ പറയുക, ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു PRൻ്റെ പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരാൾ അഡ്വക്കേറ്റ് ശൈത്യം തോന്നും. അഡ്വക്കേറ്റ് ശൈത്യം ചെയ്തത് സെയിം പ്രവൃത്തി തന്നെയല്ലേ? അപ്പോൾ 1.5 ലക്ഷം ആണെങ്കിൽ 16 ലക്ഷം അല്ല, ഈ 16 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ബിഗ് ബോസിൻ്റെ കപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പ്രഷ്യസ് ആണോ അത്? എനിക്കറിയില്ല.